ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തിക കാറിൽ കയറാൻ പോകുമ്പോഴേക്കും തന്നെ ഫോളോ ചെയ്തിട്ട് ഒരു ബൈക്കുകാരൻ വരെയാണ്. കാർത്തിക അങ്ങനെ നോക്കുന്നുണ്ട്, ഇയാൾ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അത് വേറെ ആരല്ല, കാർത്തികയുടെ സ്വന്തം ചേട്ടൻ ഗംഗപ്രസാദ് തന്നെയാണ്. ഗംഗപ്രസാദ് അങ്ങനെ ഹെൽമെറ്റ് മാറ്റി ഇങ്ങനെ കാർത്തിക ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാട്ടോ. കാർത്തികക്ക് ആകെ ടെൻഷൻ ആവാണ്. കാർത്തിക അപ്പൊ തന്നെ കാറിൽ കയറിയിട്ട് നേരെ പോണത് നമ്മുടെ കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്കാണ്. അപ്പൊ കിരൺ ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ റൂമിൽ എത്തുമ്പോഴേക്കും കിരൺ കൈയൊക്കെ ആകെ ഭയങ്കര സ്ലോ, ഇങ്ങനെ കൈയൊക്കെ അഴിച്ചിട്ട് ഭയങ്കര പഴയ പോലെ തന്നെ നടക്കണത്. റൂമിന് പുറത്തിറങ്ങുമ്പോൾ മാത്രം കൈയൊക്കെ ഇങ്ങനെ കെട്ടിച്ചിട്ട് ഒരു ബോധമില്ലാതെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണ കേട്ടോ. അപ്പൊ കാർത്തിക വരുന്നുണ്ട്. കാർത്തിക വരുമ്പോഴേക്കും നമ്മുടെ കല്യാണി, ആഹാ ഇതാര് കാർത്തിക ചേച്ചിയോ, വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ കാർത്തിക അകത്തേക്ക് കയറുന്നുണ്ട്. എന്താ ചേച്ചി, ചേച്ചിയുടെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കണത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കിരൺ ഇപ്പൊ എങ്ങനെയുണ്ട്? കിരണേട്ടനെ കുഴപ്പമൊന്നുമില്ല, കാർത്തിച്ചത് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതല്ലേ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പുറത്തുള്ളവരെ ഏത് സമയം ജനല് തുറന്നിട്ട് ഇങ്ങോട്ടേക്കൊരു നോട്ടമുണ്ട്. അവരെ കാണിക്കാൻ വേണ്ടി കിരണേട്ട റൂമിൽ തന്നെയാ കിടക്കണത്. എന്തായാലും കുറച്ച് നാളിന് ഇപ്പൊ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് റൂമിൽ തന്നെയാ ഇരിക്കണതെന്ന് പറയാണ്. നീയും സൂക്ഷിക്കണം കല്യാണി, നന്നായിട്ട് സൂക്ഷിക്കണം. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, രാഹുൽ എന്ന് പറഞ്ഞാലും പ്രകാശിനും പിന്നെ ആ വിക്രമൊക്കെ ഇപ്പൊ ഒന്നിച്ച സ്ഥിതിക്ക് 3 പേർക്കും തുല്യ ശക്തിയാണിപ്പോ എന്ന് പറയാണ്. അവരെ മാത്രമല്ല, വേറൊരാളെയും കൂടി സൂക്ഷിക്കണം. വേറൊരാളെയും കൂടിയോ? അതാരെയും സൂക്ഷിക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ചേട്ടന്റെ ഗംഗപ്രസാദ് എന്ന്, അയാള് ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അയാള് ഇവിടെ എത്തിയോ? എത്തി, ഞാൻ ഇന്ന് കണ്ടു, കൺമുമ്പിൽ കണ്ടു. എന്നെ കണ്ടിട്ട് സൂക്ഷിച്ചു നോക്കുക. അതിനുശേഷം എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കാണണോന്ന്. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു എന്തിനാ കാണണെന്ന്. അപ്പൊ പറയാം എന്നെ മാത്രല്ല അമ്മേനെയും കാണണമെന്ന്, അമ്മേനെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മേനെ ഗംഗപ്രസാദിനെ പേടിച്ചിട്ട് ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. എന്തായാലും ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. കിരണേട്ടന് ഇപ്പൊ ഈ കിടപ്പ് കിടക്കണോണ്ട് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാ. ചേച്ചി ഒരു കാര്യം ചെയ്യും, കുറച്ചു ദിവസം ഇവിടെ വന്ന് നിക്ക് എന്ന് പറയാണ്. കല്യാണി, അത് ഒന്നും കൊണ്ട് പേടിക്കേണ്ടതേ, ഇവിടെ നിക്ക്, ആരെന്ത് പറയാനാ, ഒരു കുഴപ്പമില്ല. ഇവിടെ ആകുമ്പോഴേക്കും ആരും ഇറങ്ങി വരുമെന്നില്ല, അറിയാലോ. ഇപ്പൊ പുറത്തു വെച്ചിട്ടാണെങ്കിൽ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞാൽ ആ ചേട്ടനെ എന്തെങ്കിലും ഉപദ്രവിക്കോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ കിരണേട്ടനെ ഒന്നും ഇടപെടാൻ പോലും പറ്റില്ല. പിന്നെ കിരണേട്ടന്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. ഗംഗപ്രസാദിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയണം. അല്ല ഗംഗപ്രസാദ് പറഞ്ഞ ആ ചേട്ടന്റെ ഫോട്ടോയും കാര്യങ്ങളും എന്തെങ്കിലും കാർത്തിക ചേച്ചിയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവന്റെ ഫോട്ടോ ഒക്കെ ഞാൻ അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്, എനിക്ക് അവന്റെ ഫോട്ടോ കാണുമ്പോൾ പോലും പേടിയാണ്. അല്ല ഫോട്ടോ എന്തിനുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അത് സാരില്ല, അവന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയെങ്കിലൊക്കെ കാണിച്ചു തരാം എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. കാർത്തികത്ത് കല്യാണി അതുപോലെ തന്നെ ദീപം പറയണ്ട, മോളെ എന്തായാലും നീ ഇവിടുന്ന് പോകണ്ട, 2 ദിവസം ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ കാർത്തിക എങ്ങനെയൊക്കെ ഫോണിൽ നിന്ന് തപ്പിയിട്ട് നമ്മുടെ ഗംഗപ്രസാദിന്റെ ഫോട്ടോ കിരണിനും കല്യാണിക്കും കാണിച്ചു കൊടുക്കാണ്. ദേ ഇവനാണ് ഗംഗപ്രസാദ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്. കിരണും കല്യാണിയൊക്കെ ആകെ ഞെട്ടിപ്പോട്ടോ. ഇതാണോ ഗംഗപ്രസാദ്? അതെ, എന്താ അങ്ങനെ ചോദിച്ചത്? ആ കിരണേട്ടാ, ഇത് അയാളല്ലേ ആ ജെറി ജോൺ? അതെ അതെ, അയാൾ തന്നെയായത്, ഒരു മാറ്റവും ഇല്ല. ഇനി അതുപോലെ തനി രൂപമുള്ള വേറെ ആരെങ്കിലും ആണോ? അല്ല അല്ല, നിങ്ങൾ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ട്, വേറൊരു പേര് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്റെ ചേട്ടൻ തന്നെയായിരിക്കും. നിങ്ങളെ മനഃപൂർവ്വം പരിചയപ്പെടാൻ വേണ്ടി തന്നെ പേര് മാറ്റി പറഞ്ഞതായിരിക്കും. അല്ല നമ്പർ എന്തെങ്കിലും കല്യാണി മേടിച്ചിരുന്നോ? മേടിച്ചിരുന്നു. കിരണനെ രക്ഷിച്ച ആളല്ലേ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാതെ വേണ്ടി നമ്പർ ഞാൻ മേടിച്ചിരുന്നു. അല്ല നമ്പർ ഒന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോ അവസാനം നമ്പർ തെറ്റിച്ചാട്ടോ പറഞ്ഞു കൊടുത്തിരിക്കണം നമ്മുടെ ഗംഗപ്രസാദ്. അങ്ങനെ കാർത്തിക പറയണ്ട, അയ്യോ കല്യാണി ഈ നമ്പർ കറക്റ്റ് അല്ല, അവസാന നമ്പർ തെറ്റാണ്, 4 അല്ല 5 ആണ് എന്ന് പറയാണ്. അപ്പൊ നിങ്ങക്ക് നമ്പർ മനഃപൂർവ്വം തെറ്റിച്ച അവൻ തന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, അയാൾ നിസ്സാരക്കാരനല്ല, എന്ത് വിദഗ്ധമായിട്ടാണ് നിങ്ങളെ പറ്റിച്ചെന്ന്. കല്യാണിനെ പോലും പറ്റിക്കണമെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് സാധാരണ ഏതൊരു ഇടായപ്പോൾ ഒരാള് മുമ്പിൽ വന്ന് നിന്ന് അറിയാൻ പറ്റില്ല, അങ്ങനെ കല്യാണിക്ക് പോലും അറിയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ അത്ര സാമർത്ഥ്യക്കാരനാണ് എന്നാണ് എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, അത് ചേച്ചി പറഞ്ഞ ശരിയാ, എനിക്ക് പോലും അയാളെ കണ്ടിട്ട് മനസ്സിലായില്ല. എന്തായാലും അയാളിനെ ഇങ്ങോട്ട് വരട്ടെ. ദേ കല്യാണി, നമ്മൾ മനസ്സിലാക്കിയെന്നുള്ള കാര്യം ഇപ്പൊ പറയണ്ട, പറഞ്ഞ അയാൾ കൂടുതൽ അപകടകാരിയാവും. ഇപ്പൊ അയാൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ജെറി ജോൺ ആണല്ലോ, അങ്ങനെ തന്നെ നിക്കട്ടെ. എത്ര നാൾ ഈ അഭിനയം പോവും നോക്കാം. പിന്നെ അയാൾ ഇവിടെ വരുന്നത് കിരണ അപകടം പറ്റിൽ സങ്കടപ്പെടാനൊന്നും അല്ല, സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുലും അതുപോലെ തന്നെ പ്രകാശിനും വിക്രത്തിനെ പോലെ തന്നെ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഈ ജെറി ജോൺ നിങ്ങൾ പരിചയപ്പെട്ട ആ ഒരു ഗംഗപ്രസാദ്. അതുകൊണ്ട് അയാളെ സൂക്ഷിക്കണം, വീട്ടിൽ വരികയാണെങ്കിൽ ഒക്കെ സൂക്ഷിക്കണം. പിന്നെ കിരണിന്റെ അച്ഛൻ്റെ അടുത്ത് പറയണം കുറച്ച് ഗുണ്ടകളെയൊക്കെ എപ്പോഴും ഗേറ്റിന് ഫ്രണ്ടിൽ നിർത്താനായിട്ട്, കാരണം ആ ഗംഗപ്രസാദിന്റെ അടുത്ത് എപ്പോഴും ഗുണ്ടകൾ ഉണ്ടാവും, അതുകൊണ്ട് എപ്പോഴും അയാളെ പേടിക്കണം എന്നൊക്കെ പറയാണ്. കല്യാണി പറയണ്ട്, ചേച്ചി പറഞ്ഞപ്പോ ഇത്രയും ഭയങ്കരനാണെന്ന് വിചാരിച്ചില്ല, എന്തായാലും അയാളെ സൂക്ഷിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക 2-3 ദിവസത്തേക്ക് കല്യാണിന്റെ കിരണിന്റെ വീട്ടിലാട്ടോ നിൽക്കുന്നത്. അങ്ങനെ കാർത്തിക അവിടെ നിൽക്കുന്ന കാര്യമൊന്നും നമ്മുടെ ഗംഗപ്രസാദിന് അറിയില്ല. ഗംഗപ്രസാദ് കാഷ്വൽ ആയിട്ട് കിരണിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാട്ടോ. അപ്പൊ വീട്ടിലെ എന്തോ കഥക് ഇങ്ങനെ മുട്ടുമ്പോഴേക്കും കല്യാണിയാണ് വാതിൽ തുറക്കണത്.
കല്യാണി വാതിൽ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോട്ടോ, ഒരു ഉളുപ്പില്ലാതെ ജെറി ജോൺ എന്ന് പറഞ്ഞ പേരിൽ അങ്ങനെ കല്യാണി വേണ്ട ഇതാര് ജെറി ചേട്ടനോ, വാ വാ അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കാണ്. എല്ലാ കല്യാണി കിരണിപ്പ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട ചേട്ടാ, അതേ കിടപ്പ് തന്നെ. ഡോക്ടർമാരൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത പോലെയാ പറഞ്ഞത്. അപ്പോ കിരണിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് പറയണത്. എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും ജെറി ചേട്ടാ, പക്ഷെ ഓർമ്മയൊന്നുമില്ല. എന്തോ ആളാരാണെന്ന് പോലും അറിയില്ലല്ലോ. പിന്നെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒരാളെ സഹായം വേണം എന്നൊക്കെ പറയാണ്. ഓ വല്ലാത്ത കഷ്ടമിപ്പോ ഈ പ്രായത്തിൽ ഇങ്ങനെ കിടക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അതെ എന്നൊക്കെ വേണ്ടി കല്യാണി ഇങ്ങനെ കരയണ പോലെയൊക്കെ അഭിനയിക്കുകയാണ്. പക്ഷെ ജെറിയുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് കല്യാണി ശ്രദ്ധിക്കട്ടോ. ജെറിയുടെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ഭാവവ്യത്യാസം വരുന്നുണ്ട്. ഇടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്ക് ഭയങ്കര സന്തോഷം വരും. അങ്ങനെ കിരണിന്റെ അടുത്തേക്ക് ജെറി വരുവാണ്. കിരണെ എന്നെ അറിയാവോ എന്ന് ചോദിക്കുമ്പോ കിരൺ കൈയൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ആരാ എന്ന് ചോദിക്കുകയാണ്. എന്റെ പേര് ജെറി ജോൺ എന്നാ, ഞാനാ കിരൺ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയാണ്. അപകടമോ? ഏത് അപകടം എന്ന് കിരൺ ചോദിക്കുമ്പോ ജെറി പറയണ്ട, അയ്യോ കല്യാണി ഒന്നും ഓർമ്മയില്ലല്ലോ കിരണ്ണ. അതെ അതില് ഞാൻ പറഞ്ഞത്, ഇന്നലെ നടന്ന സംഭവങ്ങൾ പോലും ഓർമ്മയില്ല, ഒട്ടും ഓർമ്മയില്ല എന്നൊക്കെ പറയണം. ജെറിക്ക് അങ്ങനെ സന്തോഷമാവണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ജെറി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസരം കിട്ടിക്കുന്ന കിരണിനെയും കല്യാണിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ എപ്പോ വന്നാലും അവിടെ ദീപയും അതുപോലെ തന്നെ ചന്ദ്രസേനനും രൂപയും ആരെങ്കിലൊക്കെ മാറി മാറി ഉണ്ടാവും. അതുപോലെ തന്നെ അതുകൊണ്ട് ജെറിക്ക് ജെറിയുടെ കാര്യം ഉദ്ദേശം നടത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഒരു ദിവസം ജെറി തനി സ്വഭാവം പുറത്തെടുക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ സ്വഭാവം പുറത്തെടുക്കുമ്പോഴേക്കും അതിനെ കിരണൊന്നും വേണ്ട, കല്യാണി ഒരു ഒറ്റ ആള് മതി. കാരണം ജെറിയുടെ കയ്യിനേക്കാളും ബലമുണ്ട് കല്യാണിയുടെ കൈകൾക്ക്. കാരണം 2.5 വയസ്സ് മുതൽ കല്യാണി ചെറിയ ചെറിയ പണികൾ എടുത്തു തുടങ്ങിയതാണ്. കല്യാണിക്ക് ഇപ്പൊ 25 വയസ്സ്. നല്ല തഴമ്പുള്ള കൈയാണ്. കല്യാണി ഒന്ന് മുഖത്തടിച്ച് തന്നെ ആ മുഖത്തെ പാട് പോകാൻ വേണ്ടി തന്നെ 1 മാസം എടുക്കും. അതുകൊണ്ട് അത് ജെറി ജോണിന് അതൊന്നും അറിയത്തില്ല. കല്യാണി വെറും ഒരു പെണ്ണാന്നാണ് ജെറിയുടെ, അതായത് ഗംഗപ്രസാദിന്റെ വിചാരം. ആ ഒരു രീതിയിലാണ് കല്യാണി ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ കല്യാണി തിരിച്ച് അങ്ങനെയല്ല കേട്ടോ. കിരണിന്റെ ദേഹത്ത്, അതായത് കിരൺ തളർന്നു കിടക്കല്ലേ, ഒരു ദിവസം കിരൺ അങ്ങോട്ട് ഇല്ലാതാക്കാന്ന് പറഞ്ഞ് ജെറി വരുന്നുണ്ട്. അപ്പോഴാണ് കല്യാണി തനി സ്വഭാവം പുറത്തേക്ക് കിടക്കുന്നത്. ജെറിന്റെ കൈ രണ്ടും തിരിച്ച് പുറത്തേക്ക് ഒരു ഒറ്റ തള്ളു തള്ളും. എന്തായാലും ജെറി, അതായത് ജെറി എന്ന് പറയില്ല ഗംഗപ്രസാദ് തന്നെ പറയാം. അങ്ങനെ ഗംഗപ്രസാദിന് 8ന്റെ പണി തന്നെയാണ് കല്യാണി കൊടുക്കാൻ പോണത്. എന്തായാലും ഈ ആഴ്ച ഗംഗപ്രസാദിന്റെ കാർത്തികയുടെ ഒക്കെ ഭാഗം തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. പിന്നെ ജെറി ഗംഗപ്രസാദിനെ തകർക്കാൻ വേണ്ടി സേനനും കല്യാണിന്റെ കിരണിന്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കാനില്ല. രാഹുലും പ്രകാശിനൊക്കെ ഇടിവെട്ട് പണി കിട്ടാൻ പോണേയുള്ളൂ. കിരണ് ഒരു കുഴപ്പമില്ല, വെറുതെ അങ്ങനെ കിടക്കണെന്ന് അറിയുമ്പോഴേക്കും ഇവർക്ക് അപ്പോഴായിരിക്കും ശരിക്കും ചമ്മി പോകാൻ പോണത്. ഇപ്പൊ ഇടക്കിടക്ക് നമ്മുടെ പ്രകാശനും കല്യാണിന്റെ കിരണിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ. കിരണിന്റെ കിടപ്പ് കണ്ടൊന്ന് സന്തോഷിക്കാനായിട്ടാണ് ഇടക്കിടക്ക് വരുന്നത്. ചന്ദ്രസേന ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ വരുന്നത്. എന്തായാലും അടിപൊളി ഭാഗങ്ങളാണ് ഇനി ഈ ആഴ്ച വരാൻ പോണത്. വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാലും വരുമ്പോഴും ഈ ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.